അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ ഇന്ദു പരിഭവം മെല്ലിയോടി വന്നുവോ. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ ഇന്ദു നൽകുവാനെന്നെ കാത്തു നിന്നു നീ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ. ക്ഷേത്രസഞ്ചാരത്തിന്റെ അമ്പലപ്പുഴ ആലപ്പുഴ ജില്ലയിലെ ഉണ്ണിക്കണ്ണനോടു ചരിത്രവും ഐതിഹ്യവും ലയിച്ച അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പാൽപായസത്തിന്റെ പേരിൽ പ്രശസ്തിയാർജിച്ച ഈ ക്ഷേത്രത്തിലേക്ക് ഇന്ന് ക്ഷേത്ര സഞ്ചാരം എത്തുന്നു. പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലതു കൈയിലെ ചമ്മട്ടിയും ഇടതു കൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മ സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ലോകപ്രശസ്തമായ അമ്പലപ്പുഴ പാൽപായസവും അമ്പലപ്പുഴ വേലകളും ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളിൽ ഒന്നാണ്. പഴയ നാട്ടുരാജ്യമായിരുന്ന ചെമ്പകശ്ശേരിയിലെ ഭരണാധികാരി പൂരാടം തിരുനാൾ ദേവനാരായണനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അമ്പലപ്പുഴ ക്ഷേത്രവും ആയി ബന്ധപ്പെട്ട് മൂലം നാളിൽ ചമ്പക്കുളം പമ്പാ നദിയിൽ രാജപ്രമുഖൻ വള്ളംകളി നടക്കുന്നു. ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായിട്ട് ശിവൻ, അയ്യപ്പൻ, ഭദ്രകാളി എന്നിവർക്കും പ്രതിഷ്ഠയുണ്ട്. മീനം നാളിലെ തിരുവോണം ആറാട്ടായിട്ട് ആചരിക്കുന്നു. ക്ഷേത്രത്തെപ്പറ്റി നിരവധി ഐതിഹ്യങ്ങളുണ്ട്. അവയിലൊന്ന് വില്യമംഗലം സ്വാമിയാരാണ് ക്ഷേത്രസ്ഥാനം കാണുന്നത്. ചെമ്പകശ്ശേരി സ്വാമിയാരും വില്യമംഗലം സ്വാമിയാരും ചേർന്ന് വള്ളത്തിൽ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ആ സമയത്ത് കർണാനന്ദകരമായ ഓടക്കുഴൽ ഗാനം കേൾക്കുകയും ചുറ്റുപാടും നോക്കി, എന്നാൽ ആ ഭാഗത്തെങ്ങും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഓടക്കുഴൽ നാദമാണ് കേട്ടതെന്നും അവിടെ ഒരു ക്ഷേത്രം പണിയണമെന്നും ആവശ്യപ്പെട്ടു. അങ്ങനെ രാജാവ് ക്ഷേത്രം നിർമ്മിച്ചു എന്നതാണ് ഐതിഹ്യം. അമ്പലപ്പുഴയിലെ മറ്റൊരു പ്രസിദ്ധമായ ഐതിഹ്യമാണ് അമ്പലപ്പുഴയിലെ പ്രതിഷ്ഠ നടത്തിയത് നാറാണത്ത് ഭ്രാന്തനാണ്. പ്രതിഷ്ഠാ സമയത്ത് അഷ്ടബന്ധം ഉറയ്ക്കാതെ വരികയും തന്ത്രിമാർ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അതുവഴി കടന്നു വന്ന നാറാണത്ത് ഭ്രാന്തനോട് അപേക്ഷിച്ചതനുസരിച്ച് കയ്യിലുണ്ടായിരുന്ന മത്സ്യം ശ്രീകോവിലിന് വെളിയിൽ തൂക്കിയിട്ടതിന് ശേഷം വായിൽ കിടന്ന മുറുക്കാൻ ചവച്ച് തുപ്പി ആണ് വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. ഇതിനാൽ അമ്പലപ്പുഴ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് താമ്പൂലപ്പുഴ എന്ന പേരിലാണ്. അത് പിന്നീട് ലോപിച്ചാണ് അമ്പലപ്പുഴയായി മാറിയതെന്നും. ഗുരുവായൂർ ക്ഷേത്രവുമായും അമ്പലപ്പുഴ ക്ഷേത്രത്തിന് ബന്ധമുണ്ട്. ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം ആക്രമിക്കും എന്ന ഭയത്തിൽ ഗുരുവായൂർ ക്ഷേത്ര ഊരാളൻ മല്ലിശ്ശേരി തന്ത്രി ശാന്തിക്കാരും കഴകക്കാരും ചേർന്ന് ഗുരുവായൂരപ്പന്റെ വിഗ്രഹം അമ്പലപ്പുഴയിൽ കൊണ്ടുവന്ന് അമ്പലപ്പുഴ തെക്കേ മഠത്തിൽ ശ്രീകോവിൽ പണിഞ്ഞ് അവിടെ കുടിയിരുത്തി. ഇന്ന് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ തെക്കുവശത്തായിട്ട് ഇന്നും നമുക്ക് ആ ഒരു ശ്രീകോവിലും തിടപ്പള്ളിയും അതേപോലെ കിണറും കാണാനായിട്ട് സാധിക്കും. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അവിടുത്തെ പാൽപ്പായസം മുൻകൂറായിട്ടും ബുക്ക് ചെയ്യാനും, ഇനി അങ്ങനെ ബുക്ക് ചെയ്യാൻ സാധിക്കാത്ത ഭക്തജനങ്ങൾക്ക് അമ്പലത്തിൻ്റെ തെക്കേ ഭാഗത്തുള്ള ഓഫീസിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി നിങ്ങൾക്ക് പാൽപ്പായസം വാങ്ങിക്കാനും സാധിക്കും. 11 മണിക്കാണ് അന്നദാനത്തിൻ്റെയും അതേപോലെ പാൽപ്പായസത്തിൻ്റെയും ടോക്കണുകൾ കൊടുക്കുന്നത്. ടോക്കൺ കൊടുക്കാൻ അവിടെ രാവിലെ മുതൽ ക്യൂ ആയിരിക്കും. അപ്പം നിങ്ങൾ ആദ്യം തന്നെ ക്യൂ നിന്ന് ടോക്കൺ അതേപോലെ പാൽപ്പായസത്തിൻ്റെ ടിക്കറ്റും വാങ്ങിക്കുക. അവിടുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ നേദിച്ചതിന് ശേഷം പാൽപ്പായസം 1:10 തെക്കേ ഭാഗത്തുള്ള കൗണ്ടറിൽ നിന്ന് വിതരണം ചെയ്ത് തുടങ്ങും. അമ്പലപ്പുഴയിൽ എത്ര ലിറ്റർ പാൽപ്പായസം പാചകം ചെയ്യുന്നോ അത്രയും പാൽപ്പായസം ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിലിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നേദിച്ചതിന് ശേഷമാണ് പാൽപ്പായസം ഭക്തജനങ്ങൾക്കായിട്ട് വിതരണം ചെയ്യുന്നത്. പിന്നെ കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവും ഈ ഒരു ക്ഷേത്രത്തിൽ
ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട് അക്കളത്തട്ടിലായിട്ട്. അവിടെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുകയും വിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഈ കുട്ടികൾക്ക് അവിടെ ഇരിക്കാനും കളിക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യവും ഉണ്ട്. അതുപോലെ തന്നെ അന്നദാനത്തിനും ടോക്കണുകൾ കുറച്ച് മാത്രമാണ് ഉള്ളത്. അത് നമ്മൾ അമ്പലത്തിൻ്റെ വടക്കേ ഭാഗത്തുള്ള അന്നദാനത്തിൻ്റെ കൗണ്ടർ 11 മണിയാകുമ്പോൾ ഓപ്പൺ ആവും. അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് അന്നദാനത്തിൻ്റെ ടോക്കൺ കിട്ടും. ശേഷം 1 മണിയോട് കൂടിയാണ് 12 മണിയോട് കൂടിയാണ് അവിടെ അന്നദാനം വിതരണം ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഇന്ന് പാൽപ്പായസത്തിൻ്റെ ടോക്കണും കിട്ടി, അതുപോലെ തന്നെ അന്നദാനത്തിൻ്റെ ടോക്കണും കിട്ടി. ഞാനിപ്പോൾ നിൽക്കുന്നത് തെക്കേ നടയിലെ ഗുരുവായൂർ നടയിലാണ്. ഇവിടെയാണ് ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് ഗുരുവായൂരിലെ വിഗ്രഹം കൊണ്ടുവന്ന് പ്രതിഷ്ഠ നടത്തി പൂജകൾ ചെയ്തു പോന്നിരുന്നത്. ഇന്നും ഇവിടെ നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തി പ്രാർത്ഥിച്ച് മടങ്ങുന്നത്. പതിനൊന്ന് മണിയോടുകൂടി നമുക്ക് പാൽപ്പായസത്തിൻ്റെ റെസിപ്റ്റ് കിട്ടി. ഇനി അമ്പിന് ചുറ്റുമൊക്കെ നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ആ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നമ്മൾ അമ്പലത്തിന് ചുറ്റും കാഴ്ചകളൊക്കെ കണ്ടു നടക്കുക. നിരവധി ഭക്തജനങ്ങളാണ് ഈ കുളത്തിൻ്റെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നതും ഒക്കെ ആയിട്ട്. നമുക്ക് അതെല്ലാം ഇവിടെ കാണാനായിട്ട് സാധിക്കും. അമ്പലത്തിൻ്റെ മുന്നിൽ വലിയൊരു കുളം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കാണാം, നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പാൽപ്പായസം വാങ്ങാനുള്ള ക്യൂ ആണ്. ആദ്യം വരുന്നവർക്ക് 180 രൂപ കൊടുത്തിട്ട് ഇവിടുന്ന് പാൽപ്പായസം വാങ്ങിക്കാനുള്ള റെസിപ്റ്റ് വാങ്ങിക്കാം. ഇതാണ് റെസിപ്റ്റ്. നമ്മൾ രാവിലെ 9 മണി തൊട്ട് ക്യൂ നിന്നിട്ടാണ് 11 മണിക്ക് നമുക്ക് ഈ റെസിപ്റ്റ് കിട്ടിയത്. ഒരാൾക്ക് ഒരു ദിവസം 1 ലിറ്റർ പായസം മാത്രമാണ് അലൗഡായിട്ടുള്ളത്. അപ്പം ഒന്നിൽ കൂടുതൽ പായസം വേണമെങ്കിൽ എത്ര പേരുണ്ടോ അത്രയും പേര് നിൽക്കുക. അമ്പലത്തിൻ്റെ വടക്കേ നടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കാണുന്ന ക്യൂ നമുക്ക് അന്നദാനത്തിനുള്ള ടോക്കണാണിത്. ഞാനും ക്യൂ നിന്ന് ടോക്കൺ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി 12 മണിയോട് കൂടിയാണ് ഈ അന്നദാനം നടക്കുന്നത്. നമ്മളിപ്പം അകത്തേക്ക് പ്രവേശിക്കുകയാണ് അന്നദാനം വാങ്ങിക്കാനായിട്ട്. ഇവിടെ കാണാം, ഇവിടെയും നീണ്ട ക്യൂ ആണ്. നമുക്കിവിടെ കുറച്ച് പേർക്ക് മാത്രമാണ് അന്നദാനം ഉള്ളത്. ഇവിടെ നമുക്ക് വിഭവസമൃദ്ധമായ അന്നദാനം നടക്കുന്ന ഇവിടെ കാണാനായിട്ട് സാധിക്കും. നിരവധി ഭക്തജനങ്ങൾ ഇവിടുന്ന് ആഹാരം കഴിച്ച് മടങ്ങുന്നുണ്ട്. ടോക്കൺ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഇവിടുന്ന് ആഹാരം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് പാൽപ്പായസത്തിൻ്റെ ടോക്കൺ വാങ്ങിച്ച ഉടനെ തന്നെ നിങ്ങൾ വടക്കേ ഭാഗത്ത് വന്ന് ക്യൂ നിന്ന് അവിടുന്ന് അന്നദാനം വാങ്ങിക്കുക. ഇതിപ്പോൾ ഊട്ടുവരയിൽ നിന്ന് ക്ഷേത്രത്തിനകത്തേക്ക് പാൽപ്പായസം നേദിക്കാനായിട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. ഇതും ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ചയാണ്. ഈ സമയത്ത് പാൽപ്പായസം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ മുകളിലായിട്ട് ഒരു കൃഷ്ണപരുന്ത് വട്ടമിട്ട് പറക്കും എന്നതാണ് വിശ്വാസം. ഇത് ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് ആണ് പറയുന്നത്. പാൽപ്പായസം നേദിച്ചു കഴിഞ്ഞാൽ തെക്കേ നടയിൽ ഈ ഒരു കൗണ്ടറിൻ്റെ മുന്നിലേക്ക് പാൽപ്പായസം എത്തിക്കും. ഇവിടെ വലിയൊരു ഉരുളിയിലേക്ക് പാൽപ്പായസം മുഴുവനും മാറ്റിയതിന് ശേഷമാണ് ഇവിടുന്ന് വിതരണം ചെയ്യുന്നത്. അത് വാങ്ങിക്കാനുള്ള ക്യൂ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഒരു മണിയോടടുപ്പിച്ച് ഇവിടെ ക്യൂ ആയിരിക്കും. ഇത് ഈ രീതിയിലാണ് പാൽപ്പായസം വലിയ ഉരുളിക്കകത്തുനിന്ന് അളന്ന് നമുക്ക് ടിന്നിലായിട്ട് മാറ്റി കിട്ടുന്നത്. നാവിൽ കൊതി നിറയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മണം, അതായത് ആ ഗന്ധം, ആ പാൽപ്പായസം നേദിച്ച് ക്ഷേത്രത്തിനകത്തുനിന്ന് തെക്കേ നടയിലേക്ക് വരുമ്പോൾ തന്നെയുള്ള ഒരു ഗന്ധമുണ്ട്. നമുക്ക് ഒരു രക്ഷയില്ലാത്ത ഗന്ധമാണ്.
അമ്പലപ്പുഴയിൽ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുന്നവർ തീർച്ചയായിട്ടും അവിടെ ക്യൂ നിന്ന് ഈ ഒരു സാധനം വാങ്ങിച്ച് കഴിച്ച് നോക്കിയിട്ടേ പോകാവുള്ളൂ. കാരണം ഇത്രയും ടേസ്റ്റുള്ള ഒരു പാൽപ്പായസം മറ്റെവിടെയും കിട്ടില്ല. അത് ഇതിൻ്റെ ഒരു പ്രത്യേക തരം കൂട്ടിലാണ് അവർ ഈ പാൽപ്പായസം നേദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ്. അപ്പോൾ ഇവിടെ പോകുന്ന ഭക്തർ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും പാൽപ്പായസം വാങ്ങി കഴിക്കണം. അങ്ങനെ കഴിച്ചാൽ പിന്നീട് നിങ്ങൾ ആ ഒരു സമയം കണക്കാക്കി പാൽപ്പായസം വാങ്ങിക്കുന്ന ടൈമിലേ നിങ്ങൾ അവിടെ ചെല്ലും. ഇതാണ് നമുക്ക് പാക്ക് ചെയ്ത് ഈ രീതിയിലാണ് പാൽപ്പായസം നമുക്ക് വിൽക്കുന്നത്. പാൽപ്പായസം വാങ്ങിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് തിരിഞ്ഞാൽ ഇപ്പോൾ കണ്ട കാഴ്ചയാണ്. ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചേക്കുകയാണ്. ആ കാഴ്ചകളും കണ്ട് പാൽപ്പായസവും ഒപ്പം തന്നെ ശർക്കര പായസവും അന്നത്തെ നേരിയമായിട്ട് കിട്ടി. വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് ഒരുപാട് കാഴ്ചകളും. ആദ്യമായിട്ടാണ് ഞാൻ അമ്പലപ്പുഴയിൽ വന്നിട്ട് അന്നദാനം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സ് നിറഞ്ഞ ഒരു ക്ഷേത്ര ദർശനമായിരുന്നു അന്ന് എനിക്ക് ലഭിച്ചത്. വളരെയധികം സന്തോഷത്തോടെയാണ് ഭഗവാനെ കണ്ട് മടങ്ങുന്നത്. പറഞ്ഞാൽ തീരാത്ത അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളും വിശേഷങ്ങളും മറ്റൊരു വീഡിയോയിലും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി മടങ്ങുകയാണ്.